ഒടുവിൽ ചാനലുകാർ ചെയ്ത സുഹൃതം കൊണ്ട് ഭാഗ്യം കൊണ്ടോ അതോ എന്റെ പരിപാടിയുടെ ഗുണം കൊണ്ടോ നാട്ടുകാരും വീട്ടുകാരും ചേർന്ന് എന്നെ തല്ലിക്കൊല്ലി. അന്നു മുതൽ ഒരു അവതാരകയുടെ അടങ്ങാത്ത മോഹങ്ങളും സ്വപ്നങ്ങളുമായി ഗത കിട്ടാത്ത ആത്മാവായി അലയുകയാണ് ഞാൻ. എനിക്ക് ഈ ഡേഞ്ചർ സോണിൽ നിന്നും മോക്ഷം നേടണമെങ്കിൽ ഇനി നിങ്ങളുടെ സഹായം വേണം. എന്താ ഞങ്ങൾ SMS വിടണം? വേണ്ട, ഞാൻ പറയുന്ന പോലെ അങ്ങ് ചെയ്താ മതി. വണ്ടി സ്റ്റാർട്ടായി, വാ പോവാം. ഞങ്ങൾക്ക് നിൽക്കാനൊന്നും സമയമില്ല. ഇത് പണി മുടക്കാടാ, നമുക്ക് പോവാം. നിങ്ങൾ പോകില്ല, നിൽക്കവിടെ. അയ്യോ, കഴുത്തേനോടെ നാളെ മത്സരമുള്ളതാ. അതെ, വിടാൻ. ഞാൻ പറയുന്നത് നിങ്ങൾ അനുസരിക്കാമോ? അനുസരിക്കാം. എന്റെ അവതാരക എന്ന അടങ്ങാത്ത മോഹം സാധിക്കുന്നതിനായി നിങ്ങൾ എനിക്ക് വേണ്ടി ഒരു ചാനൽ തുടങ്ങണം. ചാനലോ? അതെ, ഒരു എന്റർടൈൻമെന്റ് ചാനൽ. അതിൽ പ്രധാന അവതാരക ഞാൻ. എന്നിട്ട് അതിൽ പൂണ്ട് വിളയാടി എനിക്ക് അർമാദിക്കണം. പറ്റുമോ? പറ്റും, പറ്റിക്കാം. ശരി, എങ്കിൽ ഇന്നു മുതൽ അതിന്റെ തയ്യാറെടുപ്പുകൾ തുടങ്ങിക്കോ. ഇതിന് നിങ്ങൾ എന്തെങ്കിലും അമാന്തം കാണിച്ചാൽ നിങ്ങൾക്ക് വരുന്ന എല്ലാ SMS ഞാൻ തടയും. അയ്യോ, ആലും കുഴപ്പമില്ല. നിങ്ങൾ അത് മാത്രം ചെയ്യരുത്. നിങ്ങൾ പറഞ്ഞ പോലെ ഞങ്ങൾ ചാനൽ തുടങ്ങാം. ഇപ്പൊ ഞങ്ങളെ വിട്. ചാനൽ തുടങ്ങിയിട്ട് ഞങ്ങൾ സോറി മാഡത്തിനെ വിളിക്കാം. ശരി, ബ്ലഡ് വിഷൻസ്. നിൽക്കവിടെ. ചുണ്ണാമുണ്ടോ സഖാവേ ഒരു വെറ്റില എടുക്കാൻ? ഇല്ല. ഹാൻസ് ഉണ്ട് സഖാവേ, ഒരു പാൻപ്രാഗ് എടുക്കട്ടെ? ചോര വീണ മണ്ണിൽ നിന്നുയർന്നു വന്ന പൂമരം ചേതനയിൽ 100 പൂക്കളായി പൊലിക്കവേ. നോക്കുവിൻ സഖാക്കളെ നന്ന വീതിയിൽ ആയിരങ്ങൾ ചോര കൊണ്ടെഴുതി വച്ച വാക്കുകൾ. അങ്ങനെ ആ യക്ഷിയുടെ ആവശ്യപ്രകാരം ഇവർ തുടങ്ങിയ ഈ ചാനലിന്റെ രസകരമായ വിശേഷങ്ങളുമായി നാളെ സമയം.